ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് നടൻ ഷിയാസ് കരീമിനെതിരെ കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകിയിരുന്നു. ഇതൊരു വ്യാജ പരാതിയാണെന്നും തനിക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീ 60 വയസ്സ് പ്രായമുള്ളയാളാണെന്നും വെളിപ്പെടുത്തിയ ഷിയാസ് രംഗത്ത് വന്നു. തന്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള സ്ത്രീയാണിതെന്നും വിഷയത്തിൽ കുടുംബം തനിക്കൊപ്പമുണ്ടെന്നും നടൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി. എൻ്റെ പേരിൽ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. എൻ്റെ പേരിൽ പരാതി കൊടുത്ത സ്ത്രീക്ക് 60 വയസ്സുണ്ട്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാകാറായി. എനിക്ക് ഒരു കുഞ്ഞുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ സ്ത്രീകളുമായി ഇടപഴകാൻ തന്നെ ചെറിയൊരു പേടിയാണ്. കാരണം മുൻപേ എനിക്കെതിരെ ഒരു ആരോപണവും കള്ളക്കേസുമെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാലുവാണ്. പിന്നെ ഇപ്പോൾ പരാതിയുമായി വന്ന സ്ത്രീ, അവർക്ക് 10-60 വയസ്സുണ്ട്. എൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും റിസപ്ഷനും അബുദാബിയിലെ പരിപാടിക്കുമെല്ലാം വന്നിട്ടുണ്ട്. എന്നെ അറിയുന്നവർക്കെല്ലാം ആ സ്ത്രീയെയും അറിയാം. കേസുള്ളതുകൊണ്ട് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. FIR ഇട്ടോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെയും എൻ്റെ ഉമ്മയുടെയും കയ്യിൽ നിന്ന് ഇവർ കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ട്. പെങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കുറച്ച് പ്രശ്നങ്ങൾ വന്ന ശേഷമാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത്. പിന്നെ ഈ സ്ത്രീ എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. അതിൽ പ്രശ്നമായപ്പോഴാണ് ഇവർ സ്വർണം വാങ്ങിക്കൊണ്ടുപോയ കാര്യം ഞാൻ അറിയുന്നത്. കാശും സ്വർണവും വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും മറ്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നാൾ മുൻപ് ഈ സ്ത്രീ എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചിലതൊക്കെ ഇട്ടപ്പോൾ ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസിൻ്റെ പേരിൽ ഇവർക്ക് നോട്ടീസ് ചെന്നപ്പോൾ ഇവർ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസുമായി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. കേരള പോലീസിലും നമ്മുടെ കോടതിയിലും നിയമത്തിലും വളരെ അധികം വിശ്വാസമുള്ളയാളാണ് ഞാൻ. മുൻപും ഇതുപോലൊരു കേസിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്തയാളാണ് ഞാൻ. അതും ഒരു കള്ളക്കേസായിരുന്നു. അതുപോലെ തന്നെ ഈ കേസിലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആ സ്ത്രീ ചെറിയ പെണ്ണൊന്നുമല്ല. എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാവില്ല. അത്രയും ധൈര്യം എനിക്കുണ്ട്. മാത്രമല്ല എൻ്റെ കുടുംബവും എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഫൈറ്റ് ചെയ്യും, ഷിയാസ് പറഞ്ഞു. ബിസിനസ് പങ്കാളിയായ സ്ത്രീയാണ് ഷിയാസിനെതിരെ പീഡന പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നു. 65 ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി മൊഴി നൽകി. വിദേശത്ത് ബിസിനസ് ചെയ്തിരുന്ന യുവതി 2024 ഓഗസ്റ്റ് മുതലാണ് ഇൻസ്റ്റാഗ്രാം വഴി ഷിയാസ് കരീമുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും ബിസിനസ് പങ്കാളികളാവുകയായിരുന്നു. പുതിയ ജിം ആരംഭിക്കുമ്പോൾ പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഷിയാസ് 65 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം പാലിച്ചില്ല. തുക തിരികെ ചോദിച്ചപ്പോൾ യുവതിയുടെ നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലും പ്രചരിപ്പിക്കുമെന്ന് ഷിയാസ് ഭീഷണിപ്പെടുത്തിയതായി പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മാനസികമായി കടുത്ത പീഡനം നേരിട്ടതിനെ തുടർന്നാണ് പോലീസിനെ സമീപിച്ചതെന്ന് യുവതി വ്യക്തമാക്കി. യുവതിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും വഞ്ചനാകുറ്റത്തിനുമാണ് പോലീസ് പ്രാഥമികമായി കേസെടുത്തിരിക്കുന്നത്. ഷിയാസ് കരീമുമായി നടത്തിയ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷക മുഖേനയാണ് യുവതി പരാതി നൽകിയത്.